മുഹമ്മദ് കോയ കോഴിക്കോട്ടെ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അക്കാലത്ത് അദ്ദേഹം നിത്യവും കാണുന്ന ഒരാളുണ്ട്. തെരുവിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. തുച്ഛമായ ജോലിക്ക് പൊരിവെയിലത്തും അയാൾ തന്റെ ജോലി തുടരുന്നത് CH പലവട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം അയാളെ അടുത്തു വിളിച്ച് വിശേഷങ്ങൾ തിരക്കി. പിന്നീടൊരിക്കൽ ഒപ്പമിരുത്തി ചായ കുടിപ്പിച്ചു. പതുക്കെ അവർ പരിചയക്കാരായി, സുഹൃത്തുക്കളായി. CH മന്ത്രിയായി. ഒരു ദിവസം ആ തൂപ്പുകാരനെ തേടി പോലീസുകാരെത്തി. അവരുടെ കയ്യിൽ അയാൾക്കായി ഒരു ട്രെയിൻ ടിക്കറ്റ് ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്തേക്ക്. അങ്ങനെ അയാൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റാഫ് അംഗമായി. ഒരു തൂപ്പുകാരന്റെ ജോലി നിർവഹിച്ച അതേ ആത്മാർത്ഥതയിൽ സ്റ്റാഫിന്റെ ചുമതലകളും നിർവഹിച്ചു. CH ഓർമ്മയായി. പിന്നീടാണ് അദ്ദേഹം വിവാഹിതനാകുന്നതും ഒരു കുഞ്ഞ് ജനിക്കുന്നതും. കുഞ്ഞിന് ചോറൂണും പേരിടലും ഗുരുവായൂരിൽ വെച്ച് നടത്താൻ അയാളുടെ അമ്മ തീരുമാനിച്ചു. പക്ഷേ ഗുരുവായൂരിലേക്ക് പുറപ്പെട്ട ആ വാഹനം കോഴിക്കോട്ടെ ഒരു ഖബറിസ്ഥാനിൽ ചെന്നു നിന്നു. അയാൾ തന്റെ അമ്മയോട് പറഞ്ഞു, ചോറൂണ് ഗുരുവായൂരിലാക്കാം അമ്മേ, പക്ഷേ പേരിടൽ നമുക്ക് ഇവിടെയാക്കാം. ആ ഖബർസ്ഥാനിലരികിലിരുന്ന് അയാൾ മകന് പേരിട്ടു. ഒന്ന് നോക്കി അവഗണിക്കാമായിരുന്ന ഒരു ജീവിതത്തെ തന്റെ ചങ്ങാത്തം നൽകി മാറ്റിമറിച്ചു CH എന്ന മനുഷ്യൻ. ശരിക്കും ഒരാൾ വലിയ മനുഷ്യനാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ചെറിയ മനുഷ്യർ അയാളെ സ്നേഹത്തോടെ ഓർക്കുമ്പോൾ. പെട്ടെന്ന് പെയ്ത മഴയിൽ ഓടിക്കൂടിയ ആൾക്കൂട്ടം പോലെയാണ് നമ്മുടെ മനസ്സ്. മഴ തോരുമ്പോൾ ഓരോരുത്തരായി ഇറങ്ങി നടക്കും. അതിനിടയിൽ നമ്മെ സ്നേഹത്തോടെ ഓർക്കുന്ന ചിലരെയെങ്കിലും നമുക്ക് ബാക്കിയാക്കാം. ശുഭദിനം.